അതിനെ മുടി കട്ടിയാ പോവാ. അതി ഹലോ ഗായ്സ്, ഞാൻ ഇന്ന് എവിടെ പോവാ? അതി എന്തിയാ പോവാ? കുറെ നാളായി മേക്ക് ഓവർ ഒന്നുമില്ലായിരുന്നു. സോ ഞാനിന്ന് ചെറിയൊരു മേക്ക് ഓവറിന് പോവാണ്. മുടി കട്ട് ചെയ്യാൻ പോവാണ്. മുടി കട്ട് ചെയ്യുമ്പോ നമ്മള് വേറൊരു ലുക്കാകും. ഓൾറെഡി എനിക്കിത് ഇവിടെ ഒരു ലെയർ ഉണ്ട്. ഈ സോ ദാറ്റ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഒരു ലെയർ കട്ട് ചെയ്തു. ആൻഡ് ഞാൻ വെച്ച് ഇവിടെ വന്ന് ബാക്കി ലെയർ കട്ട് ചെയ്യാമോ. സോ ഓക്കെ, സോ നമ്മളവിടെ ആദ്യം ഇന്ന് പോകുന്നത്. ഞാനിന്ന് എവിടെ പോകുന്നത്? ഓക്കെ, സോ ഞാനിന്ന് മുടി കട്ട് ചെയ്യാൻ പോവാണ്. കുറെ നാളെ മുടി കട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു. നാട്ടിൽ വെച്ച് ഞാൻ ഇവിടെ ചെറിയ ഒരു ലെയർ കട്ട് ചെയ്തു. ബാക്കി ഞാൻ വെച്ച് ഇവിടെ വന്നിട്ട് കട്ട് ചെയ്യാന്ന്. സോ നമ്മൾ മുടി കട്ട് ചെയ്യാൻ പോവാണ്. അതിന്റെ കൂടെ കളറിങ്ങും ചെയ്യണമെന്നുണ്ട്. ഐ ഡോണ്ട് നോ, നമുക്ക് അവിടെ പോയിട്ട് നോക്കാം. നമ്മുടെ പഴയ വീടാ കാണിച്ചു. സോ നമ്മൾ പണ്ട് ആ ജോർഡൻ പെയിന്റ്സ് ഇപ്പൊ കുറെ തുണി വെച്ചിട്ടിരിക്കുന്ന ബിൽഡിങ്ങിലായിരുന്നു. സോ നമ്മൾ പോകുന്ന പാർലർ അമ്മയുടെ ഫ്രണ്ടിന്റെ പാർലറാണ്. അറിയായിരിക്കും, ഇവിടെ ഉള്ള ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും, ഇന്ത്യൻ സ്റ്റാർ. നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഞാനിവിടെ ഇറങ്ങിയിട്ട് ഞാൻ ആദിക്ക് വണ്ടി കൊടുക്കും. ബിക്കോസ് ആദിക്ക് വരാൻ പറ്റില്ല. നമ്മൾ പാർലറിന്റെ ബിൽഡിങ്ങിലെത്തി. സോ ഇപ്പോഴത്തെ എൻ്റെ പ്ലാൻ ലെയർ കട്ട് ചെയ്യാനാണ്. ലെയർ കട്ടും കുറച്ച് കളറും. നമുക്ക് നോക്കാം പ്ലാൻ എങ്ങനെയാവും. ടൈമിങ്സ് കൊടുത്തിട്ടുണ്ട്. എന്ത് ചെയ്താലും ചേച്ചി പറയുന്ന പോലെയാ. എൻ്റെ കസിൻ സിസ്റ്റർ ജോലി ചെയ്യുന്ന ഈ സെയിം പാർലറിലാണ്. സോ ചേച്ചി ഹെയർ കട്ട് ചെയ്യുന്നതിൽ ഭയങ്കര അഗൻസ്റ്റാണ്. ലെയർ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെയായിരുന്നു ഫൈനൽ ഔട്ട്കം. ഞാൻ ആക്ച്വലി കുറേ നാളായിരുന്നു ഇത്രയും ഷോർട്ടാക്കിയിട്ട്. ബട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു എനിക്ക് പേഴ്സണലി കണ്ടപ്പോൾ. ഇപ്പം എനിക്ക് കളർ ചെയ്യാൻ പോകുന്നത് ചേച്ചിയാണ്. ആൻഡ് ഇത് ചേച്ചിയുടെ കുഞ്ഞാണ്, ദിശാന്ത്. ഞാൻ ലാസ്റ്റ് ടൈം വന്നപ്പോൾ ചേച്ചി പ്രഗ്നൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ വരാത്തതുകൊണ്ട് കുഞ്ഞിനെ ഇപ്പോഴാണ് കാണുന്നത്. ആൻഡ് കളറിങ് എല്ലായിടത്തും ഞാൻ ചെയ്യുന്നില്ല. ജസ്റ്റ് ഹിയർ ആൻഡ് ദെയർ ഹൈലൈറ്റ്സ് പോലെ ചെയ്യുന്നുള്ളൂ. കളർ ചൂസ് ചെയ്യാൻ കുറേ ടൈം എടുത്തു. ഞാൻ ഓൾറെഡി ഒരു റെഫറൻസ് പിക്ചറായിട്ടാണ് പോയത്. പക്ഷേ അതിന്ന് സെയിം ആയിട്ട് അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള കളേഴ്സ് തപ്പിയെടുക്കുകയായിരുന്നു ഞങ്ങൾ. പിന്നെ നമ്മൾ പ്രോസസ്സ് തുടങ്ങി. ആൻഡ് ഫൈനലി കഴിഞ്ഞു. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലാസ്റ്റിൽ കുറച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എൻഡ്സ് കുറച്ച് കേൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് വീട്ടിലാണെങ്കിലും അമ്മ കളറിങ്ങിനുള്ള അത്ര സപ്പോർട്ടില്ല. മെയിൻലി ബിക്കോസ് അത് ഹെയർ ഡാമേജ് ആവുമെന്നുള്ള റീസൺ കൊണ്ട്. അതുകൊണ്ട് ഇത് ജസ്റ്റ് ഒന്ന് ഹാൻഡ് ഹൈലൈറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. ഇനി അമ്മയുടെ റിയാക്ഷൻ എനിക്കൊന്ന് അറിയണം. പറയടാ.
and there. പറയണ എങ്ങനെയുണ്ട് ബ്രോ? It's very good, Omni. Wow. അതായിരുന്നു അവന്റെ റിയാക്ഷൻ. എനിവേസ് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.